നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം കുറേ കണ്ടെത്തലുകൾ നടത്തി. അതിനകത്തൊന്നും തെറ്റ് പറയുന്നില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന അക്ഷരം പ്രതി ശരിയാണ്. പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും, അതായത് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭവമുള്ള ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ അല്ലെങ്കിൽ അവരവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പാർട്ടിയെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല കാര്യം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്കറിയാം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന UP-യിലെ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക ആശംസ വായിച്ചപ്പോൾ മുതൽ തുടങ്ങി കഷ്ടകാലം എന്ന് പറഞ്ഞ് പരത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചില്ല. അങ്ങനെ വെള്ളാപ്പള്ളിക്കെതിരായി നിലപാട് സ്വീകരിച്ചില്ല. ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടി തിരുത്തൽ രേഖയിലേക്ക്, തിരുത്തൽ നയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. അതൊരിക്കലും മോശപ്പെട്ട ഒരു കാര്യമേ അല്ല. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ ഒരു സർക്കാരല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ MLA-യും അതോടൊപ്പം TK ഗോവിന്ദൻ എന്ന് പറയുന്ന തളിപ്പറമ്പ് MLA-യും പതുക്കെ വാർത്താ സമ്മേളനം വിളിക്കുന്നു. പാർട്ടി തിരുത്തലിന് തയ്യാറാകുന്നില്ല എന്നുള്ള പരാതിയാണ് അവരുന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് വെറുതെ വളരെ ചെറുതായി നമുക്ക് നോക്കാം. അപ്പോൾ അതായത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവി ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവെക്കുന്നു എന്നായിരുന്നു ഇവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. അതോടൊപ്പം ജില്ലാ കമ്മിറ്റിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന TK ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി. തെറ്റ് തിരുത്താനുള്ള നടപടി പാർട്ടിയിൽ ഉണ്ടാവുന്നില്ലെന്ന് കുഞ്ഞികൃഷ്ണേട്ടനും പറയുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അതായത് തളിപ്പറമ്പ് പയ്യന്നൂർ എന്ന് പറയുന്ന തോൽവിക്ക് ജില്ലാ കമ്മിറ്റിക്ക് മേൽ കെട്ടിവെക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ, അവിടെ തളിപ്പറമ്പിൽ അവിടെ ശ്യാമള ടീച്ചറെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ, മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഏകദേശം നല്ല രീതിയിൽ ഭൂരിപക്ഷം ആളുകളും എതിർത്തിരുന്നു. അവിടെ വേറെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു. കാര്യം ശരിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതായത് 24 പേര്, അതായത് 27 സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കാത്തവരാണ് എന്ന് പറയുന്നു. അതിൽ 27 സ്ഥാനാർത്ഥികളെ മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചില്ല. അങ്ങനെ 27 പേരെ നിർത്തിയതിൽ 24 പേർ പരാജയപ്പെട്ടു. പിന്നെ തോൽവിയിൽ ജില്ലാ കമ്മിറ്റിക്ക് പിശകില്ലെന്നും കബളിപ്പിക്കലാണ് നടക്കുന്നത് എന്നും പാർട്ടി വഞ്ചനയാണ്, തളിപ്പറമ്പിൽ ഏതെങ്കിലും പാർട്ടി ഘടകം സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചിരുന്നോ എന്നും TK ഗോവിന്ദൻ ചോദിക്കുന്നു. അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത്? ജില്ലാ സെക്രട്ടറിയാണോ? എന്ത് തിരുത്തും? അങ്ങനെ തുടങ്ങി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് TK ഗോവിന്ദൻ മാസ്റ്ററും വി കുഞ്ഞികൃഷ്ണനും അവരവരുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്കറിയാം. അവർ പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞതെന്നും ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു പരാതിയില്ലെന്നും സ്റ്റേറ്റ് കമ്മിറ്റിക്ക്, അതായത് ലക്ഷ്യം വെക്കുന്നത് MV ഗോവിന്ദൻ മാഷയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. MV ഗോവിന്ദൻ മാഷിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് MV ഗോവിന്ദൻ മാഷിൻ്റെ ചില സ്ഥാപിത താല്പര്യ സംരക്ഷണാർത്ഥം പാർട്ടിയെ ബലി കൊടുത്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് TK ഗോവിന്ദൻ മാഷിൻ്റെയും അതോടൊപ്പം തന്നെ കുഞ്ഞികൃഷ്ണേട്ടൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്കറിയാം, പിന്നെ ഇതിനകത്തൊക്കെ വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയ വിഷയമൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി ഓരോന്നായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ശരിയാണ്, നമുക്ക് ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പാർട്ടി അനുഭാവി എന്നുള്ള നിലയിൽ പലർക്കും തോന്നാവുന്ന സംശയം എന്താണ്, എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരെ പാർട്ടി ശക്തമായൊരു നിലപാട് സ്വീകരിക്കാതിരുന്നത്? സ്വാഭാവികമായും എല്ലാവർക്കും, പാർട്ടിയിലെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്. എന്തുകൊണ്ടാണ് പത്മകുമാർ, അത്രയും കുറ്റക്കാരനാണ് പത്മകുമാർ എന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ ആരോപിതനായി നിൽക്കുന്ന സാഹചര്യത്തിലും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നിട്ട് റിമാൻഡിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടും പാർട്ടി തള്ളിക്കളയാതിരുന്നത് പാർട്ടിയുടെ തെറ്റ് തന്നെയാണെന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം വരുന്ന പാർട്ടിക്കാരും അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളും എന്ന് നമുക്കറിയാം. പിന്നെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനെ CPM-ന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ 1-ാം നമ്പർ കാറിൽ കയറ്റിയത് അങ്ങേയറ്റത്തെ അക്ഷന്തവ്യമായ അപരാധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടിയ പാർട്ടി നേതാക്കന്മാരും അണികളും വിശ്വാസികളും അനുഭാവികളും. നമുക്കെല്ലാവർക്കും അക്കാര്യവും അറിയാം. അതായത് കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UP മുഖ്യമന്ത്രിയുടെ യോഗി ആദിത്യനാഥിൻ്റെ ആശംസാ പ്രസംഗം വായിച്ചത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ 90% വരുന്ന പാർട്ടി അനുഭാവികളും. എന്നും ഈ പാർട്ടിക്കാർ അറിയേണ്ടതായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇനിയും ഇതെല്ലാം തിരുത്തലുണ്ടാവണം. വെള്ളാപ്പള്ളി നടേശൻ ഇക്കണ്ട നാട് മുഴുവൻ ഓടി നടന്നുകൊണ്ട് നമ്മുടെ മലപ്പുറത്തെയും അവിടുത്തെ ന്യൂനപക്ഷക്കാരെയും ന്യൂനപക്ഷ മുസ്ലിം ജനവിഭാഗങ്ങളെയും തോന്നിമാസം പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അതിനെ തള്ളിക്കളയാതിരുന്നത് പാർട്ടിയുടെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് 90% വരുന്ന പാർട്ടി അനുഭാവികളിൽ.
അപ്പോൾ അതും ശരിയായ കാര്യമാണ്. പാർട്ടിയുടെ കണ്ടെത്തൽ വളരെ വളരെ കൃത്യമാണ്. പക്ഷേ ഇതെങ്ങനെ തിരുത്തപ്പെടും എന്നുള്ളതിനെക്കുറിച്ചും ചോദ്യം പിന്നീട് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്നും അനുഭാവികളിൽ നിന്നും ഈ പറയുന്ന പോലെ അത് സോർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമുള്ള കാര്യമാണ്. വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ഒക്കെ പിന്നെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ സോർട്ട് ചെയ്ത് തരംതിരിച്ചുകൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നേ. പക്ഷേ ഇനിയും ഇവിടെ ടി.കെ. ഗോവിന്ദൻ മാഷിനും അതോടൊപ്പം തന്നെ വി. കുഞ്ഞികൃഷ്ണേട്ടനും ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സർവ്വ യോഗ്യതയുമുണ്ട്. അത് വേറൊരു കാര്യം. അവർ ഈ പാർട്ടിയിൽ നിലനിന്നിരുന്നെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും അതിനുള്ള യോഗ്യത ഉണ്ടാകുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ടി.കെ. ഗോവിന്ദൻ മാഷും അതോടൊപ്പം ഈ കുഞ്ഞികൃഷ്ണേട്ടനും പാർട്ടിയിൽ തന്നെ നിന്നിരുന്നെങ്കിൽ, പാർട്ടിയോട് പക്ഷേ സീറ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നയവഞ്ചന കാട്ടി പുറത്തേക്ക് പോയ ഈ രണ്ടു പേർക്ക് പാർട്ടിയെ നന്നാക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയെ വിമർശിക്കാനും അക്ഷരാർത്ഥത്തിൽ യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചോദിക്കേണ്ടതാണ്. പാർട്ടിയെ വിമർശിക്കാമായിരുന്നു, പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കാമായിരുന്നു ഈ രണ്ടു പേർക്കും. പാർട്ടിയെ തിരുത്തേണ്ടവരായിരുന്നു ശരിക്കും കുഞ്ഞികൃഷ്ണേട്ടനും ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്ററും. പക്ഷേ അതിനവർ തയ്യാറായില്ല. അതിന് തയ്യാറാവാതെ ഒരാൾ UDF-ൻ്റെയും ഒരാൾ RSPയുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ട് രണ്ടിടങ്ങളിൽ പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തളിപ്പറമ്പിലും മത്സരിച്ച് ഇന്ന് അവർ UDF-ൻ്റെ MLA-മാരാണ്. അല്ല CPM-ൻ്റെയോ അതല്ലെങ്കിൽ LDF-ൻ്റെയോ MLA-മാരല്ല ഈ രണ്ടുപേരും. ഇവർ രണ്ടുപേരും ഇന്ന് UDF-ൻ്റെ MLA-മാരാണ്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അധികാരത്തിനും സ്ഥാനമോഹത്തിനും വേണ്ടിയിട്ട് പിന്നാലെ പോയവരാണ്. അതിൽപ്പെട്ടവരാണല്ലോ ഈ 3 പേർ. നമുക്കെല്ലാവർക്കും അറിയാം. ഒന്ന് G. സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴക്കാരൻ, അമ്പലപ്പുഴക്കാരൻ. 2 തളിപ്പറമ്പിലെ ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ. 3 പയ്യന്നൂരിലെ വി. കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ ഇവർ ഇത്രയും പേരും പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിപ്പോയവർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഓരോ പാർട്ടി സഖാക്കന്മാരും പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ തിരുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വിടുമ്പോൾ ബാക്കിയുള്ള അണികൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പാർട്ടി തിരുത്തണം അല്ലെങ്കിൽ പാർട്ടി തിരുത്തലിന് വിധേയമാകണം എന്നൊരു ചിന്താഗതി ഈ പറയുന്ന 2 നേതാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ പാർട്ടി വിട്ടു പോകാതെ തന്നെ പാർട്ടിക്കുള്ളിൽ തിരുത്തലുകൾ വരുത്തുമായിരുന്നു. എന്നാൽ അതുണ്ടായിട്ടില്ല, അത് ഉണ്ടാവുകയുമില്ല. അതിന് പകരമായി എന്താ, പാർട്ടിയുടെ സകല രീതികളെയും ധിക്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ സകലമാന ചിന്താഗതിയെയും അതോടൊപ്പം തന്നെ നിയമാവലികളെയും ധിക്കരിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. പുറത്തേക്ക് ഇറങ്ങുക മാത്രമല്ല, അവർ അതിൻ്റെ നേരെ എതിർ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ വിജയിച്ചു കയറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയിലെ പ്രവർത്തകരും അനുഭാവികളും അവർക്കൊപ്പം തന്നെയാണ്. ആ കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി വെള്ളാപ്പള്ളി നടേശനുമായിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകളോട് പാർട്ടി കാണിച്ച ഒരു അനുഭവപൂർണമായ ഒരു പെരുമാറ്റ രീതി. 2 ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരാളുടെ പാട്ട് അവിടെ വായിച്ചു. അതൊന്ന്. മറ്റൊന്ന് ഈ പറയുന്ന പത്മകുമാറിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്മകുമാർ അടക്കമുള്ള പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല. അത് മറ്റൊന്ന്. പിന്നെ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിലൊക്കെ തിരുത്തപ്പെടേണ്ടതുണ്ട്. അത് തിരുത്തുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ മൗലികമായി ധാർമ്മികമായും യാതൊരുവിധ ഉത്തരവാദിത്വവും ടി.കെ. ഗോവിന്ദൻ മാഷിനും വി. കുഞ്ഞികൃഷ്ണനും ഇല്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടി സഖാക്കന്മാർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അവർ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന വളരെ നല്ല കാര്യമാണ്. പാർട്ടി തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ അവർ കൊണ്ടെത്തിക്കുന്നത് എം.വി. ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറിയുടെ തലയിലേക്കാണ് എല്ലാം കൊണ്ട് കുടഞ്ഞിടാൻ ശ്രമിക്കുന്നത്. അതായത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ കണ്ണൂർ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കുറ്റം പറയുന്നത്. കെ രാഗേഷ് രക്ഷപ്പെട്ടു. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ കുറ്റം പറയരുത്, മറിച്ച് സംസ്ഥാന നേതൃത്വത്തെയാണ് കുറ്റം പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.